നമസ്കാരം, ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 3, കാണാതായവർക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ലോകം പ്രാർത്ഥിക്കുന്ന ഒരു ദിനം. അങ്ങനെയാണ് ഇന്നത്തെ ദിവസത്തെ വിശേഷിപ്പിക്കുന്നത്. ഈ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കുഞ്ഞു കാര്യമുണ്ട്. ആരാണ് യഥാർത്ഥത്തിൽ നമുക്ക് മിസ്സാകുന്നത്? നമുക്കൊപ്പമുള്ള ആരെങ്കിലുമാണോ, അതോ നമ്മുടെ ജോലി സ്ഥലത്ത് നമുക്കൊപ്പം ജോലി ചെയ്യുന്ന ആരെങ്കിലുമോ? ഇനി അതുമല്ല എങ്കിൽ നമ്മുടെ കുടുംബത്തിലെ ആരെങ്കിലും ആയിരിക്കുമോ? ഇനി ഒരു കുഞ്ഞു കഥ പറയാം. ഒരു വലിയ തറവാട്ടിലെ ഡൈനിങ് ടേബിളിന്റെ അറ്റത്തായി ഒരു കസേര എന്നും ഒഴിച്ചിട്ടിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് നാട് വിട്ടുപോയ തൻ്റെ മകൻ വന്നെങ്കിലോ എന്ന് കരുതി ഒരമ്മ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. പക്ഷേ അതേ വീട്ടിലെ മറ്റൊരു മുറിയിൽ മക്കളോ പേരക്കുട്ടികളോ മിണ്ടാത്തതുകൊണ്ട് ഒറ്റപ്പെട്ടു പോയ ഒരു അച്ഛനുമുണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കൽ ഒരു അയൽവാസി ആ അമ്മയോട് ചോദിക്കുകയാണ്, കാണാതായ മകന് വേണ്ടിയാണല്ലോ ഈ കസേര, പക്ഷേ അപ്പുറത്തെ മുറിയിലുള്ള അച്ഛനോട് നിങ്ങൾ എന്തുകൊണ്ട് മിണ്ടുന്നില്ല? അവർ പറഞ്ഞു, അച്ഛൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. അയൽവാസിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു, അല്ല, ശരീരം ഇവിടെയുണ്ട്, പക്ഷേ ആ മനസ്സിലെ അച്ഛനെ നിങ്ങൾ പണ്ടേ കൊന്നുകളഞ്ഞു. അയാൾ ഇപ്പോൾ നിങ്ങളുടെ ഇടയിൽ ഒരു മിസ്സിംഗ് പേഴ്സൺ ആണ്. സംഗതി ഒരു കുഞ്ഞു കഥയാണ്, പക്ഷേ വലിയൊരു കാര്യം ഇതിനുള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. നമ്മുടെയൊക്കെ വാട്സപ്പ് സ്റ്റാറ്റസിലും ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലും മാത്രമല്ല മിസ്സിംഗ് എന്ന വാക്ക് വേണ്ടത്. വൃദ്ധസദനത്തിന്റെ വരാന്തകളിൽ മക്കളെ കാത്തിരിക്കുന്ന മാതാപിതാക്കളിലും മക്കളുടെ സ്നേഹം കൊതിക്കുന്ന വീടുകളിലും ഇന്ന് വലിയൊരു ശൂന്യതയുണ്ട്. മക്കൾക്ക് മാതാപിതാക്കളെ ഭാരമാകുന്നതും മാതാപിതാക്കൾക്ക് മക്കൾ അന്യരാകുന്നതും ഇന്നത്തെ വലിയൊരു സാമൂഹ്യ പ്രശ്നവുമാണ്. പല മിസ്സിങ്ങുകളും സ്റ്റാറ്റസ് ആക്കുമ്പോൾ കാണാതായവരുടെ പട്ടികയിൽ വീടിനുള്ളിലെ ഈ സ്നേഹബന്ധങ്ങൾ ഉൾപ്പെടാതിരിക്കണം. കൂടെയുള്ളവരെ നമ്മൾ ചേർത്ത് പിടിക്കണം, അവർ നഷ്ടമാകുന്നതിന് മുൻപ്.